ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പുതിയ സിലബസ് ആണ് ക്ലാസ് 10 പഠിക്കാനുള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമർസവും, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമർസും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്ന നിരവധി പദാർത്ഥങ്ങൾ, സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കാർബണിക രസതന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ സംഭാവനകളാണ്. അപ്പോൾ കോടിക്കണക്കിന് കാർബൺ സംയുക്തങ്ങൾ ഇതിനോടകം, ബില്യൺ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്, ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ അമ്പരിപ്പിക്കുന്ന എണ്ണവും പ്രത്യേകതകളും സാധ്യതകളും തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രിയെ എന്ന പ്രത്യേക ഒരു ശാഖ രൂപപ്പെടാൻ തന്നെ കാരണമായത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർഗാനിക് സംയുക്തങ്ങൾ ഒരു പ്രധാന വിഭാഗമായ ഹൈഡ്രോ കാർബണുകളുടെ വൈവിധ്യത്തെക്കുറിച്ചും ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സും ഹൈഡ്രോ കാർബൺസും അവരുടെ ഘടനകൾ, IUPAC നാമകരണ രീതി എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും മറ്റ് ചില മൂലകങ്ങളും എലമെൻസും കാർബണിനോട് ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളുടെ ലോകമാണ് നമ്മൾ ആധുനിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനേ പറ്റാത്ത രീതിയിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സംയുക്തങ്ങളുടെ ഘടന, അവയുടെ നാമകരണ രീതി, IUPAC നെയിമിങ്, അതുപോലെ തന്നെ അവരുടെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. 2 ഹൈഡ്രോ കാർബണുകളുടെ ഘടനവാക്യം നൽകിയിട്ടുണ്ട്, സ്ട്രക്ചറൽ ഫോമിൽ തന്നിട്ടുണ്ട്. ഇത് ഹൈഡ്രോ കാർബൺ 1ഉം ഇത് ഹൈഡ്രോ കാർബൺ 2ഉം. ഹൈഡ്രോ കാർബൺ 1ൻ്റെ ഘടനവാക്യം നമുക്ക് പരിചിതമാണ്, നമ്മൾ അതിൻ്റെ ഫോമിലയായിട്ട് ഫെമിലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രോ കാർബൺ 1ൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? എത്ര ഉണ്ട്? 1, 2, 3, 4, 5. എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 5. ഇതിൻ്റെ പദമൂലം എന്താണ്? അങ്ങനെയാണെങ്കിൽ 5 കാർബൺ വരുവാണെങ്കിൽ അതിൻ്റെ വേഡ് റൂട്ട് പദമൂലം എന്താണ്? പെൻറ്റ്. എന്താണ്? പെൻറ്റ്. നമ്മൾ പഠിച്ചായിരുന്നു മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ് എന്നൊക്കെ നമ്മൾ വേഡ് റൂട്ടുകൾ പഠിച്ചായിരുന്നു. കാർബണാറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പദമൂലം എത്ര വരുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ 5 വരുവാണെങ്കിൽ പദമൂലം എന്താണ്? പെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രോ കാർബൺ 1ൻ്റെ IUPAC നാമം എഴുതാനാണ്, IUPAC നെയിം എഴുതാനാണ്. കാർബണാറ്റങ്ങൾ തമ്മിൽ എന്താണ്? സിംഗിൾ ബോണ്ടാണ്, ഏകബന്ധനാണ്. അപ്പോൾ പേരെന്ത് വരും? പെൻറ്റെയ്ൻ. എന്താ വരും? പെൻറ്റെയ്ൻ. പെൻറ്റെയ്ൻ. മനസ്സിലായല്ലോ? പെൻറ്റെയ്ൻ. ഓക്കെ. അടുത്തത് അനലൈസ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺ 1 ആൻഡ് ഹൈഡ്രോകാർബൺ 2. ഹൈഡ്രോകാർബൺ 1ൻ്റെയും ഹൈഡ്രോകാർബൺ 2ൻ്റെയും സ്ട്രക്ചറൽ ഫോർമുല, ഘടനാവാക്യം വിശകലനം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 ഹൈഡ്രോകാർബണുകളുടെ തന്മാത്ര സൂത്രം, മോളിക്കുലർ ഫോർമുല എന്താണ്? ഹൈഡ്രോകാർബൺ 1 തന്മാത്ര സൂത്രം അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര കാർബൺ ഉണ്ടോ എത്ര ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കി എഴുതുന്നതാണ്. അപ്പോൾ ഹൈഡ്രോകാർബൺ 1 ആകുമ്പോൾ C5H12 അല്ലേ? 3, 5, 7, 5, 12. അതേപോലെ ഹൈഡ്രോകാർബൺ 2നും എത്ര തന്നെയാണ്? 1, 2, 3, 4, 5, 5 കാർബണ്, ഹൈഡ്രജനും 12 2 ഹൈഡ്രോകാർബണിൻ്റെ മോളിക്കുലർ ഫോർമുല, തന്മാത്ര സൂത്രം സെയിം ആണ്. ഹൗ ഡു ദ ഡിഫർ ഇൻ ദി സ്ട്രക്ചർ ഓഫ് ദി കാർബൺ ചെയിൻ? കാർബൺ ചെയിൻ്റെ ഘടനയിൽ ഇവ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? നോക്കൂ, ഹൈഡ്രോകാർബൺ 1ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ചെയിനായിട്ട് ഒരു നേർ രീതിയിലാണ് അത് പോകുന്നത്. ഹൈഡ്രോകാർബൺ 2 അതിനെന്താണ്? ഒരു CH3 എന്താണ്? ശാഖയായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഈ ഹൈഡ്രോകാർബണിൽ നിന്ന് ഇതെന്താണ്? മോളിക്കുലർ ഫോർമുല സെയിം ആണെങ്കിലും തന്മാത്ര സൂത്രം സെയിം ആണെങ്കിലും ഹൈഡ്രോകാർബൺ 2ൽ അതെന്താണ്? ഒരു ശാഖയുണ്ട് അല്ലേ? ഒരു ബ്രാഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇതേ തന്മാത്ര സൂത്രമുള്ള മറ്റൊരു ഹൈഡ്രോകാർബണിൻ്റെ ഘടനവാക്യമാണ് നമുക്കിവിടെ താഴെ നൽകിയിരിക്കുന്നത്. ഒരു സ്ട്രക്ചർ നോക്കിയാലും നമുക്ക് മനസ്സിലാവും മോളിക്കുലർ ഫോർമുല, തന്മാത്ര സൂത്രം സെയിം ആണ്. 5 കാർബണും 12 ഹൈഡ്രജനും ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഘടനാവാക്യം ഡിഫറെൻ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? കാർബൺ ആറ്റത്തിന് ശാഖകളോട് കൂടിയ സംയുക്തങ്ങൾ രൂപീകരിക്കാൻ സാധിക്കും അല്ലേ? ഇവിടെ എന്താണ്? 5 കാർബൺ ഉണ്ട്, പക്ഷെ അതെന്താണ്? ശാഖകളായിട്ടാണ് ഇരിക്കുന്നത്, ബ്രാഞ്ചുകളായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നതല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാർബൺ ആറ്റം ക്യാൻ ഫോം ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സ്. കാർബൺ ആറ്റത്തിന് ശാഖകളോട് കൂടിയ സംയുക്തങ്ങൾ രൂപീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിച്ചു. അപ്പോൾ
അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു ശാഖയിലുള്ള ആൽക്കേനുകളുടെ നാമകരണം. ആൽക്കെയിൻസിൻ്റെ നോമൻക്ലേച്ചർ, ഒരു ബ്രാഞ്ച് മാത്രമുള്ള ആൽക്കേനുകളുടെ നാമകരണം, നോമൻക്ലേച്ചർ എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഒറ്റ ശാഖ മാത്രമുള്ള, ഒരു ബ്രാഞ്ച് മാത്രമുള്ള ഹൈഡ്രോ കാർബണിൻ്റെ ഘടനവാക്യമാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നെയിമിങ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ബ്രാഞ്ചിങ്ങുള്ള ഹൈഡ്രോ കാർബൺ നെയിം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇവയെ നെയിമിങ് ചെയ്യാൻ. അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിനാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട്, അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ചെയിനായിട്ട്, അല്ലെങ്കിൽ പ്രധാന ചെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ വരുന്ന ബാക്കിയുള്ളവയാണ് നമ്മൾ ശാഖയായിട്ട്, ബ്രാഞ്ചായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ചെയിനാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട്, പ്രധാന ചെയിനായിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ളവയെല്ലാം അതിലുള്ള ബ്രാഞ്ചസ്, ശാഖകളായിരിക്കും. ഇവിടെ നോക്കൂ, CH3, CH, CH2, CH3, CHന് താഴോട്ടൊരു CH3 ഉണ്ട്. അപ്പോൾ കാർബണാറ്റങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതൽ വരുന്ന എവിടെയാണ്? ഈ ഒരു ഇതിലാണ് അല്ലേ, 1 2 3 4 അല്ലേ, ഈ ഒരു സ്ട്രൈറ്റ് ചെയിനിലാണ് പ്രധാന. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രധാന ചെയിനായിട്ട്. അപ്പോൾ ഈ പ്രധാന ചെയിനിൽ ഉൾപ്പെടാത്തവരെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ താഴത്തെ ഇത് നോക്കൂ, CH3, CH2, CH, CH3, CH, CH2, CH3. അപ്പോൾ ഇങ്ങനെ എണ്ണുമ്പോൾ 1 2 3 4 അല്ലേ. നമ്മൾ പഠിച്ചത് എന്താണ്? ഏറ്റവും കൂടുതൽ കാർബണാറ്റങ്ങൾ അടങ്ങിയാണ് പ്രധാന ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അടുത്തത് നോക്കാം, 1 2 3 4 5. അപ്പോൾ 4 5 വലുത്? 5. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാന ചെയിനായിട്ട് എടുക്കുന്നത്, മെയിൻ ചെയിനായിട്ട് എടുക്കുന്നത്. അതിൽ ഉൾപ്പെടാത്ത ഈ CH3 ആണ് ഇവിടുത്തെ ശാഖ, ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു CH3 തുടങ്ങി അടുത്ത CH3 വരെ ഉള്ളത്, അതാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്, പ്രധാന ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് ഓർക്കേണ്ട കാര്യം, ശാഖയുള്ള കാർബൺ ആറ്റത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവർക്ക് നമ്പർ കൊടുക്കേണ്ടത്. ഇതിനായി നമുക്ക് വലത്ത് നിന്നോ റൈറ്റിൽ നിന്നോ ഇടത്തു നിന്നോ ലെഫ്റ്റിൽ നിന്നോ നമുക്ക് നമ്പർ നൽകി തുടങ്ങാം. അപ്പോൾ ഒരു ശാഖയുള്ള കാർബൺ ചെയിനാണ് നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ നമുക്ക് റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ വേണമെങ്കിലും നമ്പർ ചെയ്യാം. എപ്പോഴും ശാഖയ്ക്ക് കുറവ് നമ്പർ വരുന്ന രീതി വേണം, ആ ശാഖ ഇരിക്കുന്ന സ്ഥാനത്തിന് കുറഞ്ഞ നമ്പർ വരുന്ന വേണം നമ്മൾ എപ്പോഴും കൊടുക്കുവാൻ. ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടുന്ന് നമ്പർ എഴുതുമ്പോൾ 1 2 3 4. അപ്പോൾ ഇവിടെ ബ്രാഞ്ച് എത്രാമത്തെ സ്ഥാനത്തായിരിക്കുന്നത്? 3ാമത്തെ പൊസിഷനിലല്ലേ, 3ാമത്തെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നമ്പർ ചെയ്യാമല്ലോ. അപ്പോൾ 1 2 3 4. ഇവിടെ വരുമ്പോൾ ഈ ശാഖ അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് എത്രാമത്തെ സ്ഥാനത്തായിരിക്കുന്നത്? 2ാമത്തെ സ്ഥാനത്ത്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ശാഖയ്ക്ക് എപ്പോഴും ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വേണം, ലോവസ്റ്റ് നമ്പർ വേണം എപ്പോഴും ബ്രാഞ്ചിന് കൊടുക്കാൻ. അപ്പോൾ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഈ സെക്കൻഡ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവയെ ശാഖയുള്ള കാർബണാറ്റത്തിൻ്റെ കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന ചെയിൻ ഏതാണ്? ഈ രണ്ടാമത്തേതാണ്. ഓക്കെ, അടുത്ത റൂളാണ് കാർബൺ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചെറുശാഖകളെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്നാണ്. എന്ത് ഗ്രൂപ്പുകൾ എന്നാണ്? ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, പൂരിത ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജൻ നീക്കം ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് ലഭിക്കുന്നത്. ഇപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ പൂരിത ഹൈഡ്രോ കാർബണിലെ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടുന്നത്. അതായത് നമുക്ക് CH4 മോളിക്യൂൾ അറിയാം അല്ലേ, CH4 തന്മാത്ര. ആ തന്മാത്രയിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റുന്നു. അപ്പോൾ അങ്ങനെ നീക്കം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CH3 ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതിനെയാണ് മീഥൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. CH3 ആണ് മീഥൈൽ ഗ്രൂപ്പ്. ഈ ബ്രാഞ്ചിനെയാണ് മീഥൈൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ YL അവസാനം L ആഡ് ചെയ്താണ് നമ്മൾ അവരുടെ പേരിൻ്റെ കൂടെ എത്ര കാർബണാറ്റം ഉണ്ടോ അതിനനുസരിച്ച് അവസാനം YL ആഡ് ചെയ്താണ് നമ്മൾ അവരുടെ പേര് നെയിമിങ് നടത്തുന്നത്, ബ്രാഞ്ച് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് ചെയ്യുന്ന ശാഖയിലെ കാർബണാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പദമൂലം. ഇപ്പോൾ ഒരു കാർബണാണെങ്കിൽ മീതാണ്, അപ്പം അതിൻ്റെ കൂടെ L ചേർക്കുന്നു, അപ്പം മീഥൈൽ. ഇനി 2 കാർബണാറ്റമാണ് ശാഖയിൽ വരുന്നതെങ്കിൽ ഈഥൈൽ, 3 കാർബണാറ്റമാണ് ശാഖയിൽ വരുന്നതെങ്കിൽ പ്രൊപ്പൈൽ. ഓർത്തോളുക, 1 കാർബണാറ്റമാണ് ശാഖയിൽ വരുന്നതെങ്കിൽ മീഥൈൽ, 2 കാർബണാറ്റം CH2 CH3 ആണ് വരുന്നതെങ്കിൽ ഈഥൈൽ, 3 കാർബണാറ്റമുള്ള ശാഖയാണെങ്കിൽ ബ്രാഞ്ച് ആണെങ്കിൽ പ്രൊപ്പൈൽ എന്നുമായിരിക്കും. ഇനി അടുത്തത് IUPAC നാമം എഴുതുമ്പോൾ നമ്മൾ അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ഒരു
ഒരു ഐഫൺ ഉപയോഗിച്ച് വേർതിരിച്ച് വേണം എഴുതാൻ. നമ്മൾ IUPAC നെയിം റൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഐഫൺ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ന്യൂമറൽസ്, അക്കങ്ങളും അക്ഷരങ്ങൾ ആൽഫബറ്റ്സും എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് മൊത്തത്തിൽ നെയിം ചെയ്യുന്ന എങ്ങനെയാണ്? ശാഖയുടെ സ്ഥാനസംഖ്യ, ആദ്യം പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഹൈഫൺ ഇടണം, ഒരു ഹൈഫൺ ഇടണം, പ്ലസ് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്, നമ്മളുടെ ബ്രാഞ്ചിൻ്റെ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് പ്ലസ് വേർഡ് റൂട്ട്, പദമൂലം പ്ലസ് പിൻ പ്രത്യയം, സഫിക്സ് ANE എന്നുള്ള സഫിക്സും കൂടെ ചേർത്താണ് നമ്മൾ നെയിമിങ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ബ്രാഞ്ചിൻ്റെ പൊസിഷന്, പിന്നെ ഒരു ഐഫൺ ഇടുക, നമ്മുടെ ബ്രാഞ്ചിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ അത്, പ്ലസ് നമ്മൾക്ക് തന്നിരിക്കുന്ന മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് അതാണ് വേർഡ് റൂട്ട്, പദമൂലം എഴുതുക, പ്ലസ് നമ്മുടെ ആൽക്കെയിൻ ആണെങ്കിൽ അവസാനം വേർഡ് റൂട്ടിൻ്റെ കൂടെ ANE കൂടെ എഴുതണം, എന്നും കൂടെ ചേർക്കണം. ഇതാണ് നമ്മുടെ നെയിമിംഗ് എന്ന് പറയുന്നത്. ആണെങ്കിൽ നമുക്ക് ഈ ഒരു സംയുക്തത്തിൻ്റെ IUPAC നെയിമിങ് നാമം എഴുതി നോക്കിയാലോ. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുഖ്യ ചെയിൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു CH3 നിന്ന് തുടങ്ങി അടുത്ത ഒരു CH3 അവസാനിക്കുന്നവരെയാണ് നമ്മുടെ ഒരു മുഖ്യ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഇങ്ങനെ ഒരു മുഖ്യ ചെയിനായിട്ട് എടുക്കാം, ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് ഒരു മുഖ്യ ചെയിനായിട്ട്, പ്രധാന ചെയിനായിട്ട് അല്ലെങ്കിൽ മെയിൻ ചെയിനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ മുഖ്യ ചെയിനിൽ പെടാത്തവരെയാണ് നമ്മൾ ശാഖകൾ എന്ന് വിളിക്കുന്നത്, ബ്രാഞ്ചിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ ചെയിൻ എന്ന് പറയുന്നത് കാർബണാറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ളവയാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എണ്ണിയാലും 5 കാർബണാറ്റങ്ങളാണ്, ഇങ്ങനെ എണ്ണിയാലും 5 കാർബണാറ്റങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യ ചെയിനിൽ ഉള്ള കാർബണാറ്റങ്ങളുടെ എണ്ണം, മെയിൻ ചെയിനിലുള്ള കാർബണാറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 5. 2 പദമൂലം 5 കാർബണാറ്റം വരുവാണെങ്കിൽ വേർഡ് റൂട്ട് എന്താണ്? പെൻറ്റ്. അവിടുത്തെ പ്രത്യയം, പിൻ പ്രത്യയം എന്താണ്? സഫിക്സ് എന്താണ് അവിടുത്തെ? കാർബണാറ്റങ്ങൾ തമ്മിൽ ഏകബന്ധനമാണ് അല്ലേ, സിംഗിൾ ബോണ്ടിങ് ആണ്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? A. ഇവരെ നമുക്ക് എങ്ങനെ നമ്പർ ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമ്പർ ചെയ്യാം, 1 2 3 4 5, താഴോട്ട് വേണമെങ്കിൽ നമ്പർ ചെയ്യാം, നേരെ നമ്പർ ചെയ്യാം. എങ്ങനെ നമ്പർ ചെയ്താലും CH3 ഗ്രൂപ്പാണ്, മീഥൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ചിങ് ശാഖയായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ശാഖയ്ക്ക് എപ്പോഴും കുറഞ്ഞ സംഖ്യ വേണം കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണുമ്പോൾ നമ്മുടെ ശാഖയ്ക്ക് 4ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് എണ്ണി തുടങ്ങേണ്ടത്? 1 2 3 4 5. അപ്പോൾ ഇവിടെ CH3 ഗ്രൂപ്പിന് 2ാമത്തെ പൊസിഷൻ കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ശാഖ വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? മീഥൈൽ. CH3 അല്ലേ, അപ്പം അതിനെ എന്താ വിളിക്കുന്നത്? മീഥൈൽ. അപ്പോൾ ശാഖയുടെ സ്ഥാനം എത്രാമത്താണ്? 2ാമത്. അപ്പോൾ പേരെങ്ങനെ വരും? ആദ്യം ശാഖയുടെ സ്ഥാനം 2 ഹൈഫൺ മീഥൈൽ, ബ്രാഞ്ചിൻ്റെ നെയിം, ശാഖയുടെ പേര് മീഥൈൽ, പിന്നെ നമ്മുടെ മെയിൻ ചെയിൻ പെൻറ്റ്, നമ്മുടെ പിൻ പ്രത്യയം N, 2 മീഥൈൽ പെൻറ്റേൻ എന്ന് വരും. എങ്ങനെ വരും? 2 മീഥൈൽ പെൻറ്റേൻ എന്ന് വരും നെയിമിങ്. നമുക്ക് സംശയം വരാം, ഇവിടെ നിന്ന് നമ്പർ ചെയ്ത് തുടങ്ങിക്കൂടെ? നമ്പർ ചെയ്യാലോ. 1 2 3 4 5. 5 കാർബണാറ്റം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വേർഡ് റൂട്ട് പെൻറ്റാണ് വരുന്നത്. സഫിക്സും എന്താണ് വരുന്നത്? AN ആണ് വരുന്നത്. നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്താ? ഇവിടെ സെയിം ആണ്, CH3 അല്ലേ. ഇതിൽ പെടാത്തവരെയല്ലേ നമ്മൾ ശാഖ എന്ന് വിളിക്കുന്നു, ബ്രാഞ്ച് എന്ന് വിളിക്കുന്നു. അതും എന്താണ്? മീഥൈൽ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ പൊസിഷൻ എത്രാമത്തെ തന്നെയാണ്? 2ാമത്തെ പൊസിഷനിൽ തന്നെയാണ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നെയിം എങ്ങനെ തന്നെയാണ് വരുന്നത്? 2 മീഥൈൽ പെൻറ്റേൻ എന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എണ്ണിയാലും സെയിം നെയിമാണ്, ഇവിടെ നിന്ന് തുടങ്ങിയാലും ഒരു തെറ്റും ഇല്ല, പേര് 2 മീഥൈൽ പെൻറ്റേൻ എന്ന് തന്നെയാണ് കിട്ടുന്നത്. അടുത്തത് നമുക്ക് ഈ പട്ടിക പൂർത്തീകരിച്ചാലോ. നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം.
നമുക്ക് കുറച്ച് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി ലോങ്സ്റ്റ് ചെയിൻ, ശാഖയുടെ പേര്, ബ്രാഞ്ചിൻ്റെ നെയിം, ശാഖയുടെ സ്ഥാനം, പൊസിഷൻ ഓഫ് നെയിം, IUPAC നെയിം, നാമം എഴുതാനും കൂടിയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇവയെ നമ്പർ ചെയ്യാം. ആദ്യം നോക്കേണ്ടത് ലോങ്ങസ്റ്റ് ചെയിന് എത്ര കാർബൺ ആറ്റം വരുന്നതാണ്, നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ നമുക്ക് എണ്ണിത്തുടങ്ങാം. ഇവിടെ നിന്നും എണ്ണിത്തുടങ്ങാം. നമുക്ക് ഈ ഒരു CH3 നിന്നും എണ്ണിത്തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ CH3 നിന്ന് തന്നെ എണ്ണിത്തുടങ്ങാം. 1 2 3 4 5 6. അപ്പോൾ എത്ര കാർബൺ ആറ്റം വരുന്നതാണ്, നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ഇനി ശാഖയുടെ പേര്. ഈ മെയിൻ ചെയിനിൽ വരാത്ത ആളാരാണ്? CH3 ഗ്രൂപ്പ്. അവയാണ് നമ്മൾ ശാഖ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ശാഖ ഏതാണ്? മീഥൈൽ. മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനം. ശാഖയുടെ സ്ഥാനം എത്രാമതാണ്? 2ാം സ്ഥാനമാണ് ശാഖയ്ക്കുള്ളത്. പൊസിഷൻ എത്രയാണ്? 2ാമതാണ്. കാരണം ഇവിടുന്ന് എണ്ണിയാൽ എത്ര, ശാഖയ്ക്ക് സ്ഥാനത്തിൻ്റെ നമ്പർ എത്ര ആയിരിക്കും? കൂടുതലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ എണ്ണുന്നതാണ് കറക്റ്റ്. അപ്പോൾ ശാഖയുടെ സ്ഥാനം എത്ര തന്നെയാണ്? 2ാം സ്ഥാനമാണ് ശാഖയ്ക്കുള്ളത്. അപ്പോൾ IUPAC നെയിം എങ്ങനെ വരും? ആദ്യം ശാഖയുടെ സ്ഥാനം 2-. ഇനി എന്താണ് ശാഖയുടെ പേര്? മീഥൈൽ. മീഥൈൽ. ഇനി ഉള്ള പദമൂലം. പദമൂലം എത്ര കാർബൺ ആറ്റം ഇവിടെ ഉള്ളത്? 6. അപ്പോൾ എന്താണ് പദമൂലം വരുന്നത്? ഹെക്സ്. ഹെക്സൈൻ. പ്രത്യേകം എന്താണ്? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ടാണ്, ഏകബന്ധനാണ്. അപ്പോൾ ഹെക്സൈൻ എന്ന് വരും. ഇതിൻ്റെ നെയിമിങ് ഇങ്ങനെയാണ് വരുന്നത്, 2-മീഥൈൽ ഹെക്സൈൻ എന്നാണ്. അപ്പോൾ ബാക്കി 3 നിങ്ങളൊന്ന് തന്നെ ചെയ്തു നോക്കൂ. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.